ഹല്ലേലൂയ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃ ദിവസത്തിൽ ഇത്രത്തോളം സമയം കർത്താവിനെ ആരാധിപ്പാൻ, ദൈവമഹത്വം അനുഭവിപ്പാൻ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളോട് കൃപ ഓർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നെ തുടർന്ന് ഫേസ്ബുക്കിൽ ലൈവായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും തുടർന്ന് കേൾക്കുന്നവരെയും ഓർത്തനും കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ എത്തി നിൽക്കുന്ന ഈ അന്ത്യനാളുകളിൽ, ഈ മഹാമാരിയുടെ കാലത്ത് ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ വളരെ പ്രാർത്ഥിക്കുകയും യേശുവിനെ അധികം സ്നേഹിക്കുകയും പറ്റി നിൽക്കുകയും ചെയ്യേണ്ട കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും മാറിപ്പോകുന്ന കാര്യങ്ങളില്ല. അത് പിന്നെയും പിന്നെയും വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. കാരണം ടൈം, അന്ത്യകാലത്ത് നമ്മൾ എത്തി നിൽക്കുന്നു. ജീസസ് ചുരുക്കം വർഷങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇനിയും മാറിപ്പോകത്തില്ല, മറിച്ച് ഏറ്റക്കുറച്ചിലുകളിൽ ഇങ്ങനെ കടന്നു നിൽക്കേണ്ടിയിരിക്കും. ജീസസ്. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവർ പിന്നെയും യേശുവിനോട് ചേർന്നിരിപ്പാൻ, ചേർന്ന് നടപ്പാൻ താങ്കളെ തന്നെ ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 7-ാം വാക്യം. ഇനി 11-ാമത്തെ വാക്യം 2:11. ഹല്ലേലൂയ. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 17-ാമത്തെ വാക്യം. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 29-ാമത്തെ വാക്യം. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3:6. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 13. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 22-ാമത്തെ വാക്യം. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഈ 3-ാം അധ്യായം, 2-3 അധ്യായം, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം 7 സഭകൾക്കുള്ള ദൂതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പത്മോസ്, യോഹന്നാന്റെ പുസ്തകത്തിൽ പത്മോസ് എന്ന ദ്വീപിൽ ആ നാടുകടത്തപ്പെട്ട് താൻ ഏകനായി, ഹല്ലേലൂയ സ്തോത്രം, താൻ മരിച്ചു പോകും, കഴുകന്മാർ തന്നെ ശവം കൊത്തി തിന്നും, ഹല്ലേലൂയ അസ്ഥികൾ മാത്രം ശേഷിക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെയാണ് ചക്രവർത്തി എന്ത് ചെയ്ത് യോഹന്നാൻ അപ്പോസ്തലനെ ഈ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും അവിടെ ഇല്ല. ജീസസ്. കഴുകന്മാർ മാത്രമാണ് കൂട്ട്. എന്നാൽ അങ്ങനെ ഹല്ലേലൂയ കഴുകന്മാർക്ക് കൊത്തിവലിക്കുവാനല്ലായിരുന്നു ജീസസ് എൻ്റെ യേശുവിൻ്റെ ആ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചുള്ള പദ്ധതി. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നതിലൂടെ കാര്യമുണ്ട്. ഞാൻ വരുവോളൂ ഇവൻ ജീവനോട് ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് നിനക്കെന്ത്. അങ്ങനെ ആ യേശു കർത്താവ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയെങ്കിൽ പത്മോസിൽ തകർന്നടിഞ്ഞു പോകാനല്ല യോഹന്നാനെ യേശു കർത്താവ് വിളിച്ചത്. ജീസസ്. നമ്മൾ പലരെയും അങ്ങനെയാണ് കർത്താവ് വിളിച്ചത്. വൈശാചിക ശക്തികളോ നമ്മുടെ ചുറ്റുമുള്ളവരോ ഹാലയിലെ കണ്ട് സന്തോഷിക്കാൻ, തകർന്നടിഞ്ഞു പോകുമെന്ന് കണ്ട് സന്തോഷിപ്പാൻ അവരാഗ്രഹിക്കുമ്പോൾ എൻ്റെ യേശു വിളിച്ചത് തകർന്നടിഞ്ഞു പോകാനല്ല, മറിച്ച് കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ച് യേശു. ഹല്ലേലൂയ. അത് പലപ്പോഴും ഹല്ലേലൂയ മറ്റുള്ളവരെ പ്രാപിക്കുന്ന പോലെ ഒരു വ്യത്യസ്തതയിൽ വ്യത്യസ്തമായ ഒന്ന് കണ്ടോ. ഈ യോഹന്നാൻ അപ്പോസ്തലന് മാത്രം കിട്ടിയൊരു വെളിപ്പാടായിരുന്നു വെളിപ്പാട് പുസ്തകം. മറ്റാർക്കും കിട്ടില്ല. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ആലോചനകളും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും വചനത്തിന്റെ ആഴങ്ങളും ഒക്കെ പ്രാപിച്ച പൗലോസിന് പോലും കിട്ടാത്ത വെളിപ്പാടാണ് യോഹന്നാൻ അപ്പോസ്തലന് കിട്ടിയത്. എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും വ്യത്യസ്തമായതാണ്.
ആർക്കും ഒരുത്തർ കൊടുത്തതിന്റെ ബാക്കി മറ്റാർക്കും കൊടുക്കത്തില്ല, അല്ലെ അതേ അഭിഷേകം മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. വ്യത്യാസം ആരെയും ഏലീശായും ഏലിയാവും. ഏലിയാവിന്റെ ഇരട്ടി പങ്ക് ഏലീശ പ്രാപിച്ചെങ്കിലും ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ ഏലീശ എടുക്കപ്പെട്ടില്ല. രോഗം ബാധിച്ചാണ് മരിച്ചത്. ആ വ്യത്യാസം നോക്കിക്കോ. അതുകൊണ്ട് രോഗം ദോഷമോ തെറ്റോ എന്നല്ല പറഞ്ഞത്. അതിൽ വ്യത്യസ്തത. ഇരട്ടി പങ്ക് പ്രാപിച്ചിട്ടും ഏലിയാവ് എടുക്കപ്പെട്ടതുപോലെ ഏലീശ എടുക്കപ്പെട്ടില്ല. ജീസസ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ അന്ത്യകാലത്ത് ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള നാളുകൾ ചുരുക്കമാണ്. ഈ ചുരുക്കമുള്ള നാളുകളിൽ കർത്താവിൽ നിന്ന് വ്യത്യസ്തമായ ചിലത് പ്രാപിക്കുവാൻ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. എന്നാൽ അല്ലാത്തൊരു തലമുറയിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. അവരല്ല, ഇനിയൊരു തലമുറയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ആ തലമുറയിലേക്ക് ഇന്ന് വരെ വെളിപ്പെടാത്ത ചിലത് പകർന്നു കൊടുക്കുവാൻ, അതെ, ആ യോഹന്നാൻ അപ്പോസ്തലന്റെ തലമുറയിൽ അവർക്കാർക്കും കിട്ടാത്ത ഒരു വെളിപ്പാടാണ് ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലന് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഈ അന്ത്യനാളുകളിൽ ഇന്ന് അനേക അഭിഷക്തന്മാർ ലോകത്തുണ്ടെങ്കിലും അവർക്ക് കിട്ടാത്തതൊന്ന് കിട്ടുവാൻ, തരുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. ചെന്ന് മേടിക്കുവാൻ ആർത്തിയുണ്ടോ? ജീസസ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ പറഞ്ഞു വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ അധ്യായത്തിൽ 2-3 അധ്യായത്തിൽ 7 ഏഷ്യ മൈനർ ഭാഗങ്ങളിലുള്ള 7 സഭകളെ കുറിച്ചാണ് ദൂത് പറയുന്നത്. എന്നാൽ സഭാപിതാക്കന്മാർ ഈ 7 സഭകളെ 7 കാലങ്ങളായി തിരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഓരോ എഫേസോസ് മുതൽ ലവോദിക്ക വരെയുള്ള ആ സഭകളെ 7 കാലങ്ങളായി തിരിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിന്റെ 7 കാലങ്ങൾ അവിടെ സഭാപിതാക്കന്മാർ അതിനെ ഹല്ലേലൂയ വിശദീകരിച്ച് ഹല്ലേലൂയ വ്യാഖ്യാനിച്ചു തന്നു. അങ്ങനെ വരുമ്പോൾ നാം എത്തി നിൽക്കുന്ന ഈ കാലം ലവോദിക്ക പീരീഡ് പ്രത്യേകതയുണ്ട്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഇതോട് ചേർന്ന് യേശു പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞ് ഹാലേലൂയ 0-യിൽ നിന്നും താഴേക്ക് ഇറങ്ങി മൈനസിലേക്ക് വന്നിരിക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ദൈവസഭകളിൽ ലോകം കടന്നു കയറി ആ ലോകത്തിൻ്റെതായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ദൈവസഭകളിൽ കടന്നു കയറി. ഒരു കാലത്ത് യേശുവിന് ദൈവത്തിന് വേണ്ടി ദൈവവചന പ്രകാരം ശക്തമായി വേർപെട്ട് നിന്ന ജനം പിന്നത്തേതിൽ പണവും പദവിയും സ്ഥാനവും മാനവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ വേർപാട് മറന്നു. ഹല്ലേലൂയ ഇഷ്ടം പോലെ എന്തുവാകാമെന്നുള്ള ലെവലിലെത്തി. ഹല്ലേലൂയ. ആകയാൽ ഇപ്പോൾ ലവോദിക്ക സഭയെ കുറിച്ച് എന്ത് ദൈവാത്മാ പറഞ്ഞു, അതേ അനുഭവത്തിൽ ഈ അന്ത്യനാളുകളിലുള്ള ദൈവസഭ ആയിരിക്കുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ യോഹന്നാന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തതുപോലെ എത്ര പേർക്ക് ആർത്തിയുണ്ട് അവർക്കൊരു വേണ്ടി ഒരു പുതിയതൊന്ന് പകരുവാൻ, ഇന്ന് വരെ വെളിപ്പെടുത്തിയില്ലാത്തത് പകരുവാൻ എന്റെ യേശു ആഗ്രഹിക്കുന്നു. അടുത്തേരുവാൻ മനസ്സുണ്ടോ? അതുകൊണ്ട് ശക്തമായി ഈ 7 കാലങ്ങളിലും പരിശുദ്ധാത്മാ പറയുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ അത്രയും 7 വാക്യങ്ങളിൽ വായിച്ചത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അത് തിരിച്ചറിയുവാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, വചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്കത് കഴിയട്ടെ. പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് അത് ചെവിയുള്ളവർ കേട്ടിട്ട് അതനുസരിച്ച് തങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ ഏൽപ്പിക്കുന്നെങ്കിൽ ജീസസ് ഈ ലവോദിക്ക സഭയുടെ പീരീഡിൽ നകത്തു നിന്ന് ഒരു കൂട്ടത്തെ എന്റെ യേശു വേർതിരിച്ചു നിർത്തും. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ആർത്തിയോടെ അടുത്ത് ചെല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി ഹല്ലേലൂയ ഈ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അത് പറയുവാനും കൂടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വെറുതെ എന്ന് പറയുകയല്ല. ഹല്ലേലൂയ സ്തോത്രം.
1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. മതി. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. Be careful, watch out for attacks from Satan, your great enemy. നമ്മുടെ ഏറ്റവും ശക്തനായ എതിരാളിയാണ് പിശാച്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ബി കെയർഫുൾ, വാച്ച് ഔട്ട് ഫ്രം ദ അറ്റാക്സ് ഓഫ് സാത്താൻ. ഹല്ലേലൂയ. ഇവിടെ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുക. ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റും, തിരിച്ചു റൗണ്ട് ചുറ്റും. എന്നാണെന്നറിയോ? ആ റൗണ്ടിനകത്തുനിന്ന് ആരെയെങ്കിലും വിഴുങ്ങാൻ കിട്ടുമോ? അതാ നോക്കുന്നത്. ഹല്ലേലൂയ. വിഴുങ്ങിപ്പോയെങ്കിൽ തീർന്നു, അവന്റെ അന്ത്യം നിത്യനരകം. വിഴുങ്ങുന്നതിന് ചുറ്റി നടക്കുമ്പോൾ തന്നെ കാര്യം തിരിച്ചറിഞ്ഞ് അതിനകത്തുനിന്ന് പുറത്തു, വട്ടത്തിനകത്ത് പുറത്തു വന്നാൽ രക്ഷപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഈ അലറുന്ന സിംഹം എന്ന പോലെ പിശാചൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നത് കൊണ്ടാ പറഞ്ഞത്. എന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഓ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. സദൃശവാക്യം 11:30 വായിച്ചേ. നീതിമാന് ജീവവൃക്ഷ പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ തൊടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു. എങ്കിലും ദുഷ്ടന് പാപികൾക്കും എത്രയധികം. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. ജീവവൃക്ഷമാണ് പ്രതിഫലം. നീതിമാൻ എന്തുണ്ട്? ജീവവൃക്ഷം പ്രതിഫലമുണ്ട്. അതിന്റെ അർത്ഥം, ഏദൻ തോട്ടത്തിൽ ആദാമിന് തിന്നുവാൻ കഴിയാതെ പോയ ജീവവൃക്ഷത്തിന്റെ ഫലം അത് ആർക്ക് കിട്ടും? നീതിമാന് കിട്ടും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ഓരോ കാലത്തിലും പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരുന്നേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ പറയുന്ന ദൂതുകൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്റെ കാര്യം, നീ നീതിമാനായി ജീവിച്ചാൽ നിനക്ക് എന്തുണ്ട്? ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടും. ഹല്ലേലൂയ. വെറുതെ ചുമ്മാതെയല്ല നീതിമാനായി ജീവിക്കാൻ പറയുന്നത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഹല്ലേലൂയ, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന യേശു പറയാൻ കാര്യമെന്നാ? ലോകത്തെ ജയിച്ച യേശുവിനെ പിൻപറ്റുമ്പോൾ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒടുവിൽ എന്ത് കിട്ടും? ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടും. ഹല്ലേലൂയ. എന്താ ഗുണം? അത് തിന്നാൽ യുഗായുഗങ്ങൾ യേശുവിനോട് കൂടെ വാഴും. ജീസസ്. മരണമില്ലെന്ന്, ആത്മമരണം മാറുമെന്ന് നമ്മൾ പാടുന്നില്ലേ? ഹല്ലേലൂയ. അപ്പം ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കിട്ടും നീതിമാന്. ജീസസ്. വെളിപ്പാട് ദിവസം തന്നെ 22:14 വായിച്ചോട്ടെ. വെളിപ്പാട് ദിവസം 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരത്തിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോ ഈ ജീവവൃക്ഷത്തിൽ ഒരു അധികാരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഗോപുരങ്ങളിൽ കൂടെ
കടന്ന് ഈ പട്ടണത്തിൽ പ്രവേശിക്കണം. ഗോപുരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാത്തിനും ഒരു പടിവാതിലുണ്ടല്ലോ, ഒരു ഗേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഗേറ്റിനകത്തോട്ട് കടന്നു പോകണമെങ്കിൽ അവിടെ പിന്നെ ഒരു കാര്യം പറയുന്നത് തങ്ങളുടെ വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇനി എന്താ പറഞ്ഞേ? വസ്ത്രം അലക്കി വെളുപ്പിക്കണം. ജീസസ്. ഹല്ലേലൂയ. അലക്കി വെളുപ്പിച്ചെങ്കിലേ വസ്ത്രത്തിലെ കറ ചെളി പൊടിയെല്ലാം പോകത്തുള്ളൂ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 52 എനിക്ക് തോന്നുന്നു. പൊടി കുടഞ്ഞു കളക. സ്തോത്രം. പൊടി കുടഞ്ഞു കളക. എന്നതിനാ? നിന്റെ ജീവിതയാത്രയിൽ ജീവിതത്തിന്മേൽ പറ്റിപ്പിടിച്ച പൊടിയാകുന്ന പാപങ്ങളെ കുടഞ്ഞു കളഞ്ഞെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഗേറ്റിനകത്തുകൂടെ അല്ലെങ്കിൽ ഈ ഗോപുരത്തിന്റെ പടിവാതിൽക്കൽ കൂടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഈ പട്ടണം ഏതാണെന്നറിയാമോ? സ്വർഗീയ യെരൂശലേം. ഹല്ലേലൂയ. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന യെരൂശലേമുണ്ട്, സ്വർഗത്തിലെ യെരൂശലേമുണ്ട്. ഈ രണ്ടിടത്തോട്ടും പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തങ്ങളുടെ വസ്ത്രത്തെ അലക്കി വെളുപ്പിച്ചവർക്ക് അവിടോട്ട് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. എന്തിനാ പ്രവേശിക്കുന്നത്? ജീവന്റെ വൃക്ഷത്തിൽ അധികാരം എന്ന് പറഞ്ഞാൽ ആ ധൈര്യമായി ചെന്ന് അവിടെ കാഴ്ചയ്ക്കുന്ന പഴം പറിച്ച് തിന്നാനുള്ള ആ അവകാശം കിട്ടണമെങ്കിൽ ജീവിതമാകുന്ന വസ്ത്രത്തെ കഴുകി വെടിപ്പാക്കി, അലക്കി വെടിപ്പാക്കണമെന്നാണ്. കഴുകി വെടിപ്പാക്കി കറിയോ ചുളുക്കമോ ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രവുമായി സഭ അല്ലെങ്കിൽ മണവാട്ടി നിൽക്കണമെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കറിയോ ചുളുക്കമോ ഒന്നുമില്ലാതെ ശുദ്ധയായി ശുഭ്രയായി ഹല്ലേലൂയ നിൽക്കുന്ന ദൈവജനം മാത്രമേ അല്ലെങ്കിൽ ദൈവ മക്കൾ മാത്രമേ ഈ ഗോപുരത്തിനകത്തുകൂടെ പട്ടണത്തിൽ പ്രവേശിക്കത്തുള്ളൂ. പ്രവേശിച്ചാൽ എന്ത് കിട്ടും? ജീവവൃക്ഷത്തിന്റെ ഫലം തെറിച്ച് കഴിക്കുവാനുള്ള ആ അവകാശം കിട്ടും, അധികാരം കിട്ടും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അപ്പം ഈ വലിയ പദവികൾ നന്നായി പിശാചിനറിയാമെന്ന് കണ്ട അവന് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവകാശങ്ങൾ ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നേ? ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ? അലറിക്കൊണ്ട്, സിംഹം അലറുന്ന പോലെ അലറിക്കൊണ്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ് ഓരോരുത്തരുടെ ചുറ്റും. ഇവന്റെ അലറിച്ച കേട്ട് പേടിച്ചു പോകുന്നവർ, ഭയപ്പെടുന്നവർ ഇവന്റെ ചതിക്കുഴിയിൽ വീഴും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ചിലപ്പോ ഈ അലറുന്ന കൂട്ടത്തിൽ ലോകത്തിന്റെ ഇമ്പങ്ങളോ മോഹങ്ങളോ കാണിച്ചു തരും, യേശുവിന്റെ മുമ്പിൽ കാണിച്ചതുപോലെ. അതിനകത്ത് വീഴുന്നവർ അങ്ങനെ തകരും. ഹല്ലേലൂയ. ചിലർക്ക് സ്വന്തം ബന്ധങ്ങളെ കാണിച്ചു തരും. ഹല്ലേലൂയ. ചിലർ പറയല് ഞങ്ങള് ഹല്ലേലൂയ അപ്പനപ്പൂപ്പന്മാര് കിടക്കുന്ന മണ്ണിലേ കിടക്കത്തുള്ള ചിലര് പറയും. ഹല്ലേലൂയ. സ്തോത്രം. എന്താ കാര്യം എന്നറിയോ? ഞാനും നിത്യനാശത്തിലേക്ക് പോകത്തുള്ളെന്നായി പറയുന്നത്, ഞാനും നരകത്തിലേക്ക് പോകുള്ളെന്നായി പറയുന്നത്. സ്തോത്രം. അതിൽ നിന്ന് വിട്ടുവിക്കുവാൻ യേശു നിന്ന് മാടി വിളിക്കുമ്പോഴും പറയും ഞാൻ ഇവിടെ കിടക്കത്തുള്ളൂ. നീ അവിടെ കിടന്നിട്ട് അവസാനം ഇവിടെ പോകും, നിത്യനാശത്തിൽ പോകും. കാരണം എന്നാ? അപ്പുറത്തൊരാൾ അലറുന്നുണ്ടായിരുന്നു. അത് കേട്ട് ആ കൂട്ടത്തിൽ അപ്പുറത്ത് നിൽക്കുന്നതിലെല്ലാം കണ്ടുപോയി. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതാ പരിശുദ്ധാത്മാവ് പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജീസസ്. അപ്പൊ ഓരോ കാലത്തും ആ ഓരോ സഭയോടും പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറഞ്ഞെന്നു. ഓരോന്നിടത്തും ഇരിക്കാൻ നേരമില്ല. ഹല്ലേലൂയ. ഇത് മാത്രം മതിയല്ലോ. ബാക്കി പുസ്തകമുള്ളവർക്ക് വായിച്ചു നോക്കാം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. ഓരോ കാലത്തും. പക്ഷെ എൻ ടൈമിൽ വന്നപ്പോൾ, അന്ത്യകാലത്ത് വന്നപ്പോൾ അവരെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ ശീതവാനും അല്ല, നീ ഉഷ്ണവാനുമല്ല. ഇപ്പൊ നീ എങ്ങനെയായിരിക്കുന്നു? ശീതോഷ്ണവാനായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിന്നെ എന്റെ വായിൽ ഞാൻ തുപ്പിക്കളയും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് എന്താണ് ആലോചന പറഞ്ഞത് അത് കേൾക്കാൻ അകത്തെ ചെവി തുറന്നിരിക്കണം. പുറമേയുള്ള ചെവി പലതും കേൾക്കും, സത്യമല്ലാത്തതും കേൾക്കും, നുണ പറയുന്നതും കേൾക്കും, എല്ലാം കേൾക്കും. പക്ഷെ അകത്തെ ചെവി തുറന്നിരുന്നാൽ ഇതൊന്നും നീ കേൾക്കത്തില്ല. ഹല്ലേലൂയ. എന്തുമാത്രം കേൾക്കും?
പരിശുദ്ധാത്മാവ് വല്ലതും പറയുന്നുണ്ടോ എന്ന് കേൾക്കും. അതിനാ വചനം വായിക്കണമെന്ന് പറയുന്നത്. പുസ്തകം നന്നായി വായിക്കണമെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നോക്കി യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം നോക്കിക്കേ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. നീ എവിടെ നിന്ന് വന്നു എന്നെ യഹോവ സാത്താനോടെ നീ എവിടെ നിന്ന് വന്നു എന്നെ ചോദിച്ചതിന് സാത്താൻ യഹോവയോടെ ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നെ ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കറിയാം ദൈവപുത്രന്മാർ ദൈവസനിൽ ചെന്നു നിന്നു. ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. കൂട്ടത്തിൽ ആരോട് ചെന്നു? പിശാചിൽ ചെന്നു. അപ്പൊ പിശാചി ദൈവസന്നിധിയിൽ ചെല്ലും. ഹല്ലേലൂയ. അപ്പോ ഈ ഇവരുടെ കൂട്ടത്തിൽ സാത്താൻ നിൽക്കുന്ന കണ്ടപ്പം പെട്ടെന്ന് പിതാവായ ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുവാ? അതെ, ഞാൻ ഈ ഭൂമിയിലെല്ലാം ഊടാടി അതാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി. ഊടാടി സഞ്ചരിച്ചിട്ട് വരുക. അപ്പൊ ഉടനെ ദൈവമെടുത്ത് പിതാവെടുത്ത് ചോദിച്ചു, അതുകൊണ്ടാ നീ എൻ്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു അല്ലേ? അപ്പോൾ നീ വിചാരിച്ചു പറയും, ചുമ്മാ വല്ല അവൻ ഭക്തനായിരിക്കുന്നത്, നീ അവനുള്ളതിനെല്ലാത്തിനും വേലി കെട്ടി വെച്ചിരിക്കുവല്ലേ? ഞാനേ ആ വേലിയും ചാടിക്കിടക്കാവൊന്നും ആ ചുറ്റുപാട് നടന്നു നോക്കിയത്. പക്ഷെ നീ കെട്ടിയ വേലി ആയതുകൊണ്ട് എനിക്ക് ചാടിക്കിടക്കാൻ പറ്റിയില്ല. ജീസസ്. കണ്ടോ, നമ്മൾ 10 ദിവസം വായിച്ചല്ല, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റി തിരിഞ്ഞ് നടക്കുക. ഒരു വട്ടം ഇങ്ങനെ നടക്കും, തിരിച്ചൊരു വട്ടം നടക്കും. ഇങ്ങനെ അലറിക്കോട് ചുറ്റി തിരിയുമ്പോൾ അവൻ കാണിക്കുന്ന ഗോഷ്ഠികളും ഗോമാളികളും ഒക്കെ കണ്ട് ആകർഷിക്കപ്പെടുന്നവർ അവന്റെ വലയത്തിൽ വീണു പോകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുക. അതുകൊണ്ടാണ് ശക്തമായി ദൈവാത്മാവ് പറഞ്ഞത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ അന്ത്യനാളുകളിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കണ്ട് ഉണരുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാലത്ത് ഉണരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. എത്ര ആത്മഹത്യകളാണ് ദിവസവും നടക്കുന്നത്. കടലിൽ നിമിത്തം. ഹല്ലേലൂയ. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ ചുമ്മാതെ ഒക്കെ പോയി ആത്മഹത്യ ചെയ്യുക. ആ പിശാച് മുഴുവനത്തോടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. അപകടങ്ങൾ, എത്ര അപകടങ്ങളാണ് ദിവസവും സംഭവിക്കുന്നത്. അതും ബാല്യക്കാർ, യൗവനക്കാർ, മധ്യവയസ്കർ. ഹല്ലേലൂയ. 50 കഴിഞ്ഞവരെയൊന്നും പിശാചിനിപ്പോ വേണ്ട. അതിന് താഴെയുള്ളവരെ എന്നാന്നറിയോ, അവൻ രക്ഷിക്കപ്പെട്ടാൽ യേശുവിന് വേണ്ടി വല്ലതും പ്രയോജനപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഹല്ലേലൂയ. അതിന് താഴെയുള്ളവരെ എല്ലാം എങ്ങനെയായാലും തള്ളിയിടും, അല്ലെ കൊണ്ട് ആത്മഹത്യയിലേക്ക് നടത്തിക്കും. ജീസസ്. പിന്നെ മറ്റ് മരണങ്ങൾ, കൊലപാതകങ്ങൾ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കുറയുമല്ല, അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീസസ്. ആ ഒറ്റ കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ എണ്ണം വർദ്ധിക്കുന്നു. കണ്ടോ എന്നാ കാര്യം? പിശാചിങ്ങനെ അലറിക്കൊണ്ട് ചുറ്റിത്തിരിയുമ്പോൾ ചിലരെ അവന്റെ ആ ആകർഷണത്തിനകത്ത് വീഴുന്നത് നിമിത്തം അവനവരെ പിന്നെ വെച്ചോണ്ടിരിക്കുകയല്ല. ചത്തോ ഹല്ലേലൂയ. അല്ലേ പിടിച്ചൊരൊറ്റ തള്ളു കൊടുക്കും, വണ്ടിക്കടിയിലോട്ട് കയറും. ഹല്ലേലൂയ. വെള്ളത്തിന്റെ അടുത്ത് നീ പോയിരിക്കുകയാണോ? നല്ല രസമല്ലേ, നല്ല വെള്ളമല്ലേ, ഒന്ന് കുളിച്ചേക്കാം. നീ ഇറങ്ങിക്കോ, കുളിച്ചോ, നല്ല തണുപ്പൊക്കെ കിട്ടും, ഇറങ്ങിക്കോ. ഉടനെ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഇറങ്ങിയ പുള്ളിയെ കൈക്ക് പിടിച്ച് ആഴെ കയത്തിലേക്ക് കൊണ്ടുപോകും. ചുഴിക്കകത്ത് പെടുത്തും, കൊന്നിരിക്കും അവിടെ. ഇങ്ങനെ ഹല്ലേലൂയ കെട്ടിടങ്ങളുടെ ഒക്കെ മുകളിൽ നിന്ന് ചാടുന്നതൊക്കെ കേട്ടില്ല. പിശാച് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കണ്ടോ പിശാചിന്റെ പ്രവൃത്തികൾ അതിശക്തിയോടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ദിവസം പ്രതി എത്രയോ ജനമാണ് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കാര്യം? ഇവൻ ഈ ഊടാടി സഞ്ചരിക്കുന്നിടയിൽ, യോബിന്റെ പുസ്തകങ്ങൾ വായിച്ചല്ലോ, ഊടാടി സഞ്ചരിക്കുന്നിടയിൽ ആരെങ്കിലും വിഴുങ്ങാൻ കിട്ടുമെന്നാണ് നോക്കുന്നത്. അതിനെ ഊടാടി സഞ്ചരിക്കുന്നത് എന്റെ നിങ്ങളുടെ അടുക്കൽ വരാഞ്ഞിട്ടല്ല. സർവശക്തൻ തൻ്റെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട്, ദുഷ്ടന് പോരാടുവാനോ പാറ്റുവാനോ വിട്ടുകൊടുക്കാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ആരുടെയും കൃപയോ
ആരോഗ്യമോ ബലമോ ആരെയും ഒന്നും കണ്ടല്ല നിൽക്കുന്നത്. യേശു വിട്ടുകൊടുക്കാത്തത് കൊണ്ട് മാത്രം രക്തത്താൽ ജയമെടുക്കും. തലനാരിലേക്കൊക്കെ ചിലര് വലിയ അപകടങ്ങൾ രക്ഷപ്പെടാറില്ലേ? എന്താ? ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടത് കൊണ്ടാണ്. അവൻ ഇന്നലെ നാളെ എങ്കിലും രക്ഷിക്കപ്പെടുമെന്നുള്ള ആ വലിയ വിശാല ഹൃദയത്തിന്റെ ആ മനസ്കത, മഹാമനസ്കത കൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. യാക്കോബ് ലേഖനം വായിച്ചേ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. പിശാചിനോട് എതിർത്ത് നിൽപ്പി. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ഹല്ലേലൂയ. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങണം. Submit yourself before the Lord. Hallelujah. ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കണം. ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ ഒന്നുമില്ല. ഓരോ ദിവസവും അങ്ങനെ നടത്തുന്ന മഹാകൃപ, കൃപയെന്നല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല. നമ്മൾ അകത്തോട്ട് എടുക്കുന്ന ഇപ്പൊ നമ്മൾ വേണ്ട ഈ കോവിഡ് വന്നു. എത്ര ആയിരങ്ങളാ പിടഞ്ഞു മരിക്കുന്ന കണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, ശരിയോ തെറ്റോന്നും അറിയത്തില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ചുമ്മാ കെട്ടിയിട്ട് മനുഷ്യനെ ചാകാൻ വിട്ടേക്ക് വന്നു. ഓക്സിജൻ കിട്ടാതെ കൈയും കാലും കെട്ടിയിട്ട് അവിടെ ഇട്ടേക്കുവാ. മരുന്നും കൊടുക്കത്തില്ല, ഓക്സിജനും കൊടുക്കത്തില്ല, പിടഞ്ഞു മരിക്കുക. അപ്പോ നമ്മുടെ എല്ലാ സ്റ്റേറ്റിലുമുള്ള ആശുപത്രികളിൽ കേരളത്തിൽ മാത്രം ഇച്ചിരി കുറവ് വന്നുള്ളൂ. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതിഭയങ്കരമായിരുന്നു. എത്രയോ ജനമാണ് പടഞ്ഞു മരിച്ചത് ഓക്സിജൻ കിട്ടാതെ. ഓക്സിജന്റെ സിലിണ്ടറും ചുമന്നോട്ടൊക്കെ ഓരോരുത്തരുമൊക്കെ നമ്മൾ കാഴ്ചകൾ കണ്ടതാ. പിന്നെ ഇതൊന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി ആശുപത്രിയുടെ വാതിക്കൽ പോയി കാത്തുകെട്ടി നിലവിളിച്ചു നിന്നത് എത്രയോ പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അകത്തോട്ട് എടുക്കുന്ന ഈ ശ്വാസത്തിൽ കൂടെ ലഭിക്കുന്ന ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മളെല്ലാം പിണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പുകഴ്ചയോ പ്രശംസയോ ഒന്നും പറയാനില്ല. ദൈവത്തിന്റെ വലിയ കരുണ, കൃപ. അതുകൊണ്ടാ പറഞ്ഞ എന്ത് ചെയ്യണം? ദൈവമുമ്പാകെ നമ്മളെ സമർപ്പിക്കും. നമ്മളൊന്നുമില്ല, ബലഹീന മനുഷ്യൻ. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരൊറ്റ വസ്തുവേ ഉള്ളൂ, അതാ മനുഷ്യജീവൻ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ കഴിയത്തില്ല. ഈ ഭൂമിയിലുള്ള എല്ലാ ഉപകരണങ്ങൾക്കും ഒരു ഗ്യാരണ്ടി ഉണ്ട്. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, 10 വർഷം ഒക്കെ ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരൊറ്റയേ ഉള്ളൂ മനുഷ്യജീവൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുവാൻ ആത്മാവ് എന്നാ പറയുന്നേ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവന്റെ ആത്മാവിന്റെ ചെവി തുറന്നിരുന്നാൽ സത്യവചനം കേൾക്കും, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കും. മനുഷ്യന്റെ മുമ്പിലല്ല, സമൂഹത്തിന്റെ മുമ്പിലല്ല, ബന്ധുക്കളുടെ ചാർച്ചക്കാരുടെ മുമ്പിലല്ല, യേശുവിന്റെ മുമ്പിൽ തങ്ങളെ സമർപ്പിക്കും. കാരണം ഹല്ലേലൂയ, ആ യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചെങ്കിലേ ഹല്ലേലൂയ പിശാചിനോട് എതിർത്തു നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് അപ്പം പിശാചിനോട് എതിർത്തു നിൽക്കണമെങ്കിൽ യേശു കൂടെ വേണം. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ യേശുവിനോട്, പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുക. യേശുവിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം യേശുവിനാണ്. അങ്ങനെയെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ യേശു നമ്മളെ ശക്തീകരിക്കും, കൂടെ നിൽക്കും. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അപ്പൊ ഈ അന്ത്യനാളുകൾ എന്ത് ചെയ്യണം? പിശാച് മാറി നിൽക്കണമെങ്കിൽ
ദൈവത്തിന് കീഴടങ്ങണം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഒരു വാക്കുകൂടെ വായിച്ചേ. 1 പത്രോസ് 1:13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർബന്ധരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുകയും. ഹല്ലേലൂയ. അവിടെ നോക്കിയേ. ആകയാൽ, അപ്പൊ അതിന് മേളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും അപ്പൊ ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മിൽ പകർന്നു കിട്ടിയത്. അതുകൊണ്ട് എന്ത് ചെയ്യണം പറഞ്ഞ, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി, ബി കെയർഫുൾ, നിർമ്മതരായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനുള്ളൊരു കൃപയുണ്ട്. നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനുള്ളൊരു തേജസ്സുണ്ട്. അതിൻ്റെ പൂർണ്ണ പ്രത്യാശയിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ അതിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. എന്ത്? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ എൻ്റെ മേൽ ഒരു കൃപ വെളിപ്പെടും, അല്ലെങ്കിൽ എൻ്റെ മേലൊരു തേജസ് വെളിപ്പെടും, എൻ്റെ മേലൊരു പ്രതിഫലം വരും. ജീസസ്. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഓരോരുത്തർക്കും, ഈ ദൂതകളെല്ലാം പുറത്തുള്ളവരോടല്ല പറയുന്നേ, അകത്തുള്ളവരോടാ പറയുന്നത്. മറക്കരുത്. പുറത്തുള്ളവർ കേട്ട് രക്ഷപ്പെട്ടോണം, കേട്ടനുസരിച്ച് അകത്ത് വന്നോണം. അകത്തുള്ളവരോടാ ഇതല്ലേ ഈ പറയുന്നത്. ഹല്ലേലൂയ. പുറത്ത് കിടക്കുന്നവൻ കേട്ടനുസരിച്ചാൽ അവനും അകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറന്നു കിട്ടും. ഹല്ലേലൂയ. അനുസരിക്കുന്നില്ലെങ്കിൽ നീ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അപ്പൊ അകത്തുള്ളവരോട് പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിനക്ക് വേണ്ടി ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കാലാകാലങ്ങളായപ്പോഴേക്കും പിശാചിന്റെ വലിയ പ്രവൃത്തികൾ നിമിത്തം അലർന്ന സിംഹം പോലെ ചുറ്റി തിരിഞ്ഞ് നടന്ന് ദൈവജനത്തെ തന്നെ ക്ഷീണിപ്പിച്ച് മടുപ്പിച്ച് സഭയ്ക്ക് ദുരുദ്ദേശം കയറ്റിവിട്ട് വേർപാട് നഷ്ടപ്പെടുത്തി വിശുദ്ധി നഷ്ടപ്പെടുത്തി ജീവിത വസ്ത്രത്തിൽ കറ പിടിപ്പിച്ച് ജീവിത വസ്ത്രത്തിൽ ചെളി പിടിപ്പിച്ച് ഹല്ലേലൂയ മഹിമയുടെ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അയോഗ്യരാക്കി മാറ്റുന്ന പിശാചിന്റെ പ്രവൃത്തികൾ ആരംഭം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. എന്നാ? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഒരു വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട്. അത് തട്ടിപ്പറിക്കാൻ പിശാച് പോരാടും. അതെന്നറിയോ? ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത തലത്തിലുള്ളതാ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് പക്ഷെ പിശാചിനും അറിയാം നന്നായി. ഹല്ലേലൂയ. നല്ലതൊന്നും ഒരുക്കി വെച്ചു. നീ ഇവനെ അത് പ്രാപിക്കരുത്, ഇവളത് മേടിക്കരുത്, അതുകൊണ്ട് ഇവനെ ഞാൻ എന്ത് ചെയ്യും? തള്ളിയിടും. ഹല്ലേലൂയ. രക്തത്താഴ്ച അതിനുള്ള എല്ലാ പദ്ധതികളും ഞാൻ ഒരുക്കിയിരിക്കും. അതിനുള്ള എല്ലാ പദ്ധതിയും ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ പദ്ധതിയും ഒരുക്കി വെച്ചിട്ടുണ്ട് ജീസസ്. ഹല്ലേലൂയ. ഈ സന്ധ്യയ്ക്ക് ലൈറ്റ് ഇടുമ്പോൾ ഹല്ലേലൂയ ഈച്ച വന്ന് പിടിക്കുന്നു പറഞ്ഞ പോലെയാണ് ഈ മനുഷ്യൻ ഈ പിശാചിന്റെ കെണിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. എന്നിട്ട് പിന്നത്തേതിൽ എന്ത് ചെയ്യും? പരസ്യോലങ്ങളാകുക.
ലജ്ജിതരാകുക, തല ഉയർത്താൻ കഴിയാതെ വന്ന് ഇപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു? ലജ്ജ മനുഷ്യനെ വിട്ടുപോയി, നാണം മനുഷ്യനെ വിട്ടുപോയി. 10 പേരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്താൻ കഴിയത്തില്ലല്ലോ എന്നുള്ള ചിന്ത മനുഷ്യനെ വിട്ടുപോയി. കാരണം ഏത് ദോഷപ്രവൃത്തി, ഏത് മ്ലേച്ഛത പ്രവർത്തിച്ചാലും സമൂഹത്തിന് മുമ്പിൽ അവരെ ന്യായീകരിക്കാൻ മറ്റൊരു കൂട്ടമുണ്ട്. പിശാചാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം വക്കീലന്മാർ. അല്ലേലില്ല. പൊതുവെ ഞാൻ കേരളവരെ കുറ്റം പറയല്ല, മറിച്ച് പക്ഷേ ഏത് ദോഷപ്രവൃത്തി, ഏത് ക്രൂരത പ്രവർത്തിക്കുന്നവരെയും, ഏത് എത്ര വലിയ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരെയും ന്യായീകരിച്ച് അവർക്ക് കിട്ടുന്ന ന്യായമായ ശിക്ഷയിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന ഒരു കൂട്ടം പിശാചാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെന്നാ ഒരു കൊലപാതകം ചെയ്താലും ഒരു മ്ലേച്ഛത പ്രവർത്തിച്ചാലും അവർ അതൊക്കെ സാരമില്ലെന്ന ചിന്തിക്കുന്ന ഒരു കാലമാണിത്. ഹല്ലേലൂയ. അപ്പനെ അനുസരിക്കാത്ത, അമ്മയെ ഹല്ലേലൂയ നിന്ദിക്കുന്ന ഹല്ലേലൂയ ഒരു തലമുറയാണിത്. ജീസസ് സദൃശവാക്യത്തിൽ നിന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ജീസസ് അപ്പനെ അനുസരിക്കാത്ത, അമ്മയെ നിന്ദിക്കുന്ന ഒരു തലമുറയുടെ കാലം. അന്ന് ശലോമോൻ എഴുതി വെച്ചെങ്കിലും അത് ഇന്നാണ് അന്വർത്ഥമായത്. ഹല്ലേലൂയ. ഈ കാലം അത്രയും കാലമാണ്. എത്രയോ മാതാപിതാക്കളെയാണ് മക്കൾ തള്ളിക്കളയുന്നത്, വഴിയിൽ ഇറക്കി വിടുന്നത്, എവിടെയെങ്കിലും കൊണ്ട് കളയല്ലേ, വേസ്റ്റ് കളയുന്ന പോലെ. ജീസസ് എന്തുകൊണ്ടാ? പിശാചിന്റെ കെണിയിൽ കുടുങ്ങി നാളെ ഇവർക്കും ഇത് വരുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കെണിയിൽ പിശാച് അകപ്പെടുത്തി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആ 7 ദൂതുകളും അഥവാ വെളിപ്പാട് പുസ്തകം 2, 3 അധ്യായങ്ങൾ നന്നായി ഒന്ന് വായിക്കുമ്പോൾ, ഈ ഓരോ പ്രാവശ്യം ഇത് പറയുമ്പോൾ അതിനോട് ചേർന്ന് അല്ലെ അതിന്റെ പുറകിൽ ഒരു പ്രതിഫലത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, 2 നമുക്ക് നോക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ 7-ന്റെ ബാക്കി 7-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നിട്ട് പറയാണ്, ജയിക്കുന്നവന് ദൈവത്തിന്റെ പരദീസായിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുക. ജയിക്കുന്ന. അപ്പൊ പരിശുദ്ധാത്മാ പറഞ്ഞ ദൂതുകൾ ശ്രദ്ധിച്ചു കേട്ടിട്ട് പിശാചിന്റെ പോരാട്ടങ്ങളെ, തന്ത്രങ്ങളെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട്, വചനപ്രകാരം വചനത്തിന്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട്, വേർപാടിൽ നിന്നുകൊണ്ട് ജയിക്കുന്നവന് എന്ത് കിട്ടുന്ന അവിടെ പറഞ്ഞേ? ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ. അപ്പൊ ആദ്യകാലത്തുള്ളവരോട് പറഞ്ഞ, ആദ്യത്തെ സഭാവേദിയിലുള്ള ജനത്തോട് പറഞ്ഞു, എന്ത് ചെയ്തു? നീ ഈ പിശാചിന്റെ തന്ത്രങ്ങളെ, കുറെ കാര്യങ്ങൾ അതിന് മുകളിൽ പറയുന്നുണ്ട്. സ്വതന്ത്രം ജയിച്ചു വന്നാൽ നീ പരിശുദ്ധാത്മാവ് എന്തെന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട്, ആലയന്റെ ആത്മച്ചെവി തുറന്നിരുന്നത് കേട്ട് അനുസരിച്ചാൽ എന്ത് കിട്ടും? നീ ജയിച്ചാൽ, ഈ പരീക്ഷകളെയും പോരാട്ടങ്ങളെയും ജയിച്ചാൽ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കിട്ടും. ഓരോ പ്രാവശ്യമുള്ള റിവാർഡ് നോക്കിക്കേ. കണ്ടോ? പരിശുദ്ധാത്മാവ് അതിനാ പറയുന്നേ, നിന്റെ ചെവി തുറന്നിരുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യന്റെ ചെവി തുറന്നിരുന്ന് സത്യവചന യഥാർത്ഥമായി കേട്ട് ആ സത്യവചനത്തിന്റെ വിശുദ്ധിയിലും വേർപാടിലും നിന്ന് ജീവിതത്തെ ക്രമീകരിച്ചു പോയാൽ എന്ത് കിട്ടും? ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കിട്ടും. അപ്പൊ 7 കാലങ്ങളിലും ഇങ്ങനെ 7 വാഗ്ദത്തങ്ങൾ പറഞ്ഞു. സ്വത്വം. അടുത്ത് നോക്കിക്കേ, 11-ാം വാക്യത്തോട് ചേർന്ന് പറയുന്നു. നോക്കിക്കേ, ആഹാ, കണ്ടോ? സ്വത്വം. അപ്പം 2-ാം സഭാപീരീഡിലുള്ള ജനത്തോട് പറഞ്ഞു, ആത്മാവ് പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ട് അനുസരിച്ചാൽ
രണ്ടാം മരണത്താൽ നിനക്ക് ദോഷം വരികയില്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? ദോഷം വരികയില്ല. ഹല്ലേലൂയ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഹല്ലേലൂയ. ഒന്നാം മരണം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വേർപാട്. രണ്ടാം മരണം ഹല്ലേലൂയ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിക്കളയും. ആ ഭാഗത്ത് നീ ജയിച്ചു നിൽക്കും. എന്ത് ചെയ്താ? പരിശുദ്ധാത്മാ പറയുന്നത് കേട്ടനുസരിച്ചാണ്. ഹല്ലേലൂയ. ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഹല്ലേലൂയ. അടുത്ത് നോക്കിക്കേ. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മന്ന മാത്രമല്ല, ഞാനൊരു വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതായ പുതിയ പേരും കൊടുക്കും. അപ്പൊ പരിശുദ്ധാത്മാ പറയും മൂന്നാമത്തെ സഭാ പീരീഡ് ആയപ്പോൾ കണ്ടോ, ഓരോ പ്രാവശ്യവും ഇതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. പുതിയതാ കൊടുക്കുന്നത്, പഴയതല്ല. ആ ജീവവൃക്ഷത്തിന്റെ ഫലം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തത് മാറി. ഹല്ലേലൂയ. വ്യത്യാസം വന്നു. രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. മൂന്നാമത് വന്നപ്പോഴത്തേനും കണ്ടോ ലെവല് മാറുകയാണ്. ഓരോ പ്രാവശ്യവും ലെവല് മാറുകയാണ്. മൂന്നാമത് വന്നപ്പോ പറയാണ്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അവിടെ 2-3 കാര്യ പറയുന്നേ. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഈ വെള്ളക്കല്ല് പെട്ടെന്ന് നമുക്ക് വെള്ളക്കല്ല് അതിന്റെ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ ലേവ്യ പുസ്തകം പഠിച്ചാൽ ഹല്ലേലൂയ മഹാപുരോഹിതന്റെ വസ്ത്രം ഹല്ലേലൂയ അവർ തയ്ക്കുമ്പോൾ അവിടെ വിശദീകരിച്ച കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വസ്ത്രത്തിന്മേൽ ധരിക്കേണ്ട കല്ലുകളെ കുറിച്ച് ഞാനിപ്പോൾ അത്രയും പറയും. നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചു നോക്കിക്കോണം. കല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ആ കല്ലുകൾ അതെല്ലാം രത്നങ്ങളും മുത്തുകളും വെള്ളക്കല്ലുകളും ഒക്കെ അതിലൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പം ഈ കല്ല് നിനക്ക് തരുമെന്നാ പറഞ്ഞേ. എവിടെ ചെല്ലുമ്പോ? സ്വർഗത്തിൽ ചെല്ലുമ്പോ പോലെ മറഞ്ഞിരിക്കുന്ന മഞ്ഞ കിട്ടും. ഇനി ഈ കല്ലിൽ മഹാപുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തിൽ ഇരിക്കുന്ന കല്ലിൽ 12 ഗോത്രങ്ങളുടെ പേര് കൊത്തുമ്പോൾ ആർക്കും അറിയാത്ത ഒരു പേര് നിന്റെ കല്ലിൽ കൊത്തിയിരിക്കും. കേട്ടോ, ലെവല് മാറുന്ന കണ്ടോ. ഓരോ പ്രാവശ്യവും ലെവല് മാറുകയാണ്. അടുത്ത ലെവലിലേക്ക് കയറുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഓരോ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങോട്ടോളമല്ല അരിയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ആത്മാവിന്റെ ഓരോ ലെവലുകൾ വെളിപ്പെട്ടു വരികയാണ്. അടുത്ത് നോക്കിക്കേ. ഞാൻ അവനെ ഉദയനക്ഷത്രം കൊടുക്കും. 21. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, 2-ാം അധ്യായത്തിന്റെ ഒടുവിൽ തുയത്തൈരയിലെ സഭയോട് പറയുമ്പോൾ ആ സഭാകാലത്തേക്ക് വന്നപ്പോൾ പ്രതിഫലത്തിന്റെ ലെവല് മാറി. എന്നെ കൊടുക്കുന്ന പറഞ്ഞേ, ഞാനവന് ഉദയ നക്ഷത്രത്തെ കൊടുക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഹല്ലേലൂയ. നാം കാണുന്ന ഈ ഗാലക്സി എത്രയോ 1000 ഗാലക്സികൾ ഉണ്ടെന്ന് ഇന്നും നാസയോ അല്ലെ റഷ്യൻ ശൂന്യാകാശ പര്യവേക്ഷകരോ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര 1000 ഗാലക്സികളുണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ ഗാലക്സിക്കകത്ത്, ഒരു ഗാലക്സിക്കകത്ത് 60 ലക്ഷത്തോളം ഹല്ലേലൂയ നക്ഷത്രങ്ങളുണ്ടെന്ന് ഒരാൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതെത്ര വിശാലമായതാ. ഇനി ദൈവത്തിന് പ്രയാസമുള്ള വല്ല കാര്യമുള്ളൂ. ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞ് നോക്കിയേ. ജയിക്കുന്നവന് അല്ലെങ്കിൽ ഞാനവന് ഉദയ നക്ഷത്രത്തെ കൊടുക്കുമെന്ന്. ഉദയ നക്ഷത്രം പ്രഭാതത്തിൽ വെളിപ്പെടുന്ന നക്ഷത്രം. ഹല്ലേലൂയ. അത് കൊടുക്കുമെന്ന്. എന്നാ പദവിയാ അറിയുമുള്ളവര്. ലെവല് മാറുന്ന കണ്ടു. ഹല്ലേലൂയ. രക്തത്താല് എത്ര കോടികൾ മുടക്കിയാണ് ശൂന്യാകാശത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇത് മറിച്ച് അങ്ങനെയല്ല. ശൂന്യാകാശത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ തന്നെ തന്നേക്കുവാണ്. ജീസസ്. ആത്മാവ് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ലെവല് മാറി 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 7 ലെവലിലുള്ള അനുഗ്രഹങ്ങൾ
വെളിപ്പെട്ട് വരിക. 7 ലെവലിലുള്ളത്. ഓ ജീസസ്, ഹല്ലേലൂയ. അടുത്ത നോക്കി, സർദീസിലെ സഭയോട് പറഞ്ഞ അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിച്ചവന് വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഈ സർദീസ് എന്ന സഭാകാലത്ത് വന്നപ്പോൾ അവർക്ക് പറഞ്ഞിരിക്കുന്ന 5 വാഗ്ദത്തങ്ങൾ നോക്കിക്കേ. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ഇവര് മാറി ആരോടെ നടക്കുന്നേ? ശുഭ്രവസ്ത്രധാരിയായി നമ്മൾ പാട്ട് പാടുന്ന പോലെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് യേശുവിനോട് കൂടെ നടക്കുക. ജീവവൃക്ഷത്തിന് ഫലം തിന്നും. മറഞ്ഞിരിക്കുന്ന മന്ന കിട്ടും, വെള്ളക്കല്ല് കിട്ടും, പുതിയ പേര് കിട്ടും, ഉദയ നക്ഷത്രം കിട്ടും. അടുത്ത് നോക്കി, വെള്ളയുടുപ്പ് ധരിച്ചോണ്ട് യേശുവിന്റെ കൂടെ നടക്കുക. ലെവലുകൾ മാറിയത് കണ്ടോ? ജീസസ്, ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ തീർന്നില്ല അവിടെ. ഹല്ലേലൂയ. എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അപ്പം ഇവരാര് യേശുവിനോട് കൂടെ നടക്കുന്നു. ഇനി അവരെ കുറിച്ച് പറയാണ്, എന്റെ പിതാവിന്റെ സന്നിധിയിലും പിതാവിന്റെ അടുക്കൽ നിൽക്കുന്ന ദൂതന്മാരുടെ സന്നിധിയിലും ഞാൻ ഈ വ്യക്തികളുടെ പേര് എടുത്തു പറയും. പിതാവേ, എന്നോട് കൂടെ നടക്കുവാൻ യോഗ്യത പ്രാപിച്ചവർ ഇതാ പിതാവേ. പിതാവിന്റെ അടുക്കൽ നിൽക്കുന്ന ദൂതന്മാരുടെ മുൻപിലും യേശു അങ്ങനെയുള്ളവരെ ലെവല് മാറുന്നു കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഫിലദൽഫിയിലെ സഭയുടെ കാലത്ത് വന്നപ്പോഴേക്കും പറയുന്നത് നോക്കിക്കേ. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമം എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന് എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം, എന്റെ പുതിയ നാമം ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് ഭയങ്കര അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തിൽ, അപ്പൊ ജയിക്കുന്നവൻ എന്തെന്ന് പറഞ്ഞേ? ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കി നിർത്തും. ഹല്ലേലൂയ. അവൻ ഒരിക്കലും അവിടെ നിന്ന് എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെഴുതും. ഓ ഭയങ്കര, ദൈവത്തിന്റെ ആലയത്തിലെ തൂണാക്കി നിർത്തുന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേരുകളൊക്കെ മാറി മാറി വരുന്നത് കണ്ടോ പ്രിയമുള്ളവരെ? എന്നിട്ട് പിന്നെ പറയുന്നില്ല, ആത്മാവ് സഭകളും ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട്. 2 കൊരിന്ത്യർ 6 ഒടുവിൽ വന്നിട്ട് 7-ാം അധ്യായം തുടങ്ങുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ വേഗത്തിൽ പോകട്ടെ. അടുത്ത നോക്കിയ ലവോദിക്ക പീരീഡ്, ഈ എൻ ടൈമിലേക്കുള്ളത് പറയാണ്. ഹല്ലേലൂയ. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് കണ്ടോ, അടുത്ത ഭയങ്കര ലെവലിലേക്ക് വന്നു. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പം 1-ാമത്തെ പടി തൊട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് വായിച്ചു നോക്കിയോണേ. ജീവവൃക്ഷത്തിന് ബലം കൊടുക്കും. പിന്നെ ഇങ്ങനെ ഓരോന്ന് കയറി കയറി വരിക. ഒടുവിൽ വന്നപ്പോ കേട്ടോ, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. എക്സാമ്പിൾ പറയാം. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന്
ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ ഏഴ് ലെവലിലേക്ക് ഈ ബ്ലെസ്സിങ്സ് കൊണ്ടുപോവുകയാണ്. 7 ലെവല്. അതിനെല്ലാം വാണിംഗ് ആയിട്ട് പറയുന്നുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം മറുവശം നമ്മുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് കരുതി എന്നെ ചെയ്യാണ്? അലറിക്കൊണ്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തോണം? ആത്മാവ് പറയുന്ന ദൂതുകൾ ആത്മമനുഷ്യന്റെ ചെവി തുറന്നിരുന്ന് കേൾക്കണം, കേട്ടനുസരിക്കണം. അനുസരിച്ചാൽ 1 മുതൽ ജീവവൃക്ഷത്തിന്റെ ഫലം മുതൽ അങ്ങോട്ടുള്ള ഓരോ ബ്ലെസ്സിങ്ങും ഓരോരുത്തരുടെ മേലെ ഇറങ്ങി വരും. ഇതെല്ലാം പ്രാപിച്ചവരുണ്ട് കേട്ടോ. 1-ാം പടി കൊണ്ട് നിന്നുപോയവരുണ്ട്, 2-ാമത്തേതോട് മേടിച്ചവരുണ്ട്, 3-ാമത്തേത് മേടിച്ചവരുണ്ട്, 3 കൊണ്ട് നിന്നുപോയവരുണ്ട്, 4-ാമത് കൊണ്ട് നിന്നുപോയവരുണ്ട്, 4 വരെയുള്ളത് ഒന്നിച്ച് മേടിച്ചവരുണ്ട്. ജീസ് ഇങ്ങനെ തന്നെ 7 വരെ. ഹല്ലേലൂയ. 7 ഒരുപോലെ മേടിച്ചവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു നോക്കിയിട്ട് അവരെങ്ങനായിരിക്കും യേശുവിനോട് കൂടെ നടക്കുന്നത്? ജീസസ്. പ്രത്യാശ വർദ്ധിക്കണം. ഈ 5 നാളുകളിൽ ചുറ്റുവട്ടത്ത് ഒരാൾ അലറിക്കൊണ്ട് നടക്കൊണ്ട് ഓർത്തോണം, മറക്കരുത്. എന്തിനാ? നമ്മുടെ ശ്രദ്ധ മാറ്റാൻ, നമ്മുടെ ഏകാഗ്രത തെറ്റിക്കാൻ, ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നമ്മളെ മാറ്റിവിടുവാൻ, ഈ ലോകത്തിലേക്ക് നമ്മളെ തിരിക്കുവാൻ ചുറ്റി നടക്കുക, അലറിക്കൊണ്ട് നടക്കുക. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മുടെ നോട്ടം സ്വർഗത്തിലാകട്ടെ, നമ്മുടെ നോട്ടം ഉയരത്തിലാകട്ടെ, യേശുവിന്റെ സന്നിധിയിലാകട്ടെ. നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ ശക്തമായി ഇടുമ്പോൾ കേൾക്കുവാൻ, അനുസരിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. യാക്കോബ് പറഞ്ഞില്ലേ, ദൈവത്തിന് കീഴടങ്ങ്. സബ്മിറ്റ് യു ബിഫോർ ജീസസ്. Submit yourselves before the Lord. എന്ത് ചെയ്യും? ദൈവത്തിന് കീഴടങ്ങി. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റും? പിശാചിനോട് എതിർത്ത് നിൽക്കാൻ. അവൻ പോരാടിക്കൊണ്ടിരിക്കും, അവൻ പലതുമായ പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും, രോഗങ്ങൾ തന്നുകൊണ്ടിരിക്കും, വേദന വന്നുകൊണ്ടിരിക്കും, പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഓരോന്നും വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ നിന്നോട്ടെ. എന്നാ കാര്യം? ഹല്ലേലൂയ. ഇതിനെല്ലാം ജയിച്ച യേശു നമ്മുടെ കൂടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പോരാട്ടങ്ങളെ ജയിച്ചവനായ യേശു നമ്മോട് കൂടെ നിൽക്കുവാൻ ആത്മാവ് സഭകളോട് ആത്മാവ് നമ്മളോട് പറയുന്നത് കേൾക്കുവാൻ നമ്മുടെ ചെവി തുറന്നിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ ചെവി, നമ്മുടെ ആത്മമനുഷ്യന്റെ ചെവി തുറന്നിരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം 1, 2, 3, 4, 7 ലെവലിലുള്ള അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുമ്പോൾ വാസ്തവമായി അത് പ്രാപിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അസ്തന റബദന ഹംദനാദിയല ഹടകല ഹതുല ഹംദലപ്രവരാറയുടേറവരെ ഹംദലപ്രവരെ റൈഷേറവരെ അടുകാറികര ഹത്തുവരക്ഷ വരേദരാജ നന്ദൽ കടകര അടുവരവക്ഷ വരേദരാജ നന്ദൽ കടകര ഹസ്തേറിവരെ ഹംദൽ പ്രവര റൈഡേറവരെ ഹത്തുൽ പ്രവരെ റൈഷപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ജീസസ്. Thank you, Holy Spirit. Thank you, Jesus. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല മധ്യാഹ്ന വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. കർത്താവേ, രാവിലെ സമയം മുതൽ ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ഞങ്ങളുടെ മഹത്വം കാണുവാൻ, തുടർന്ന് ഞങ്ങളുടെ തിരുവചനം കേൾക്കുവാൻ ഞങ്ങളോട് കൃപ തോന്നിയല്ലോ. നന്ദിയോടെ സ്തുതിക്കും യേശുപ്പ, നന്ദിയോടെ സ്തുതിക്കും. ഇന്ന് ഈ ഫേസ്ബുക്കിലും വചനം കേൾക്കുന്ന, തുടർന്നും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കണം. അവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ശാരീരിക ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവർ, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, എല്ലാവരുടെ പേരും എൻ്റെ യേശുവിൻ്റെ അഗ്നിയുടെ കരം തൊടട്ടെ, അഗ്നിയുടെ കരം തൊടട്ടെ. അത് അസ്ഥികളിലേക്ക് ഇറങ്ങട്ടെ, മജ്ജയിലേക്ക് വ്യാപരിക്കട്ടെ, ഓരോ അവയവങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഭാരങ്ങൾ വിട്ടുപോകട്ടെ, മനസ്സ് ഫ്രീ ആകട്ടെ. യേശുവിൻ്റെ സന്തോഷം
മനസ്സിലേക്ക് ഇറങ്ങട്ടെ. ഭൗതിക ഞെരുക്കങ്ങൾ മാറട്ടെ. ഒറൂട അറബര ഹടക അറബര നല്ല ഹൃദയ സന്തോഷം ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരട്ടെ. ആകുലങ്ങൾ ഇടുന്ന, ടെൻഷൻ ഇടുന്ന, വെപ്രാളമിടുന്ന ദുഷ്ടപിശാച് വിട്ടുപോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇടുപ്പിനോട് പോരാടുന്ന ദുഷ്ടന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഇടുപ്പിനോട് പോരാടുന്ന ദുഷ്ടന്റെ മേൽ സർവശക്തന്റെ തീ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരണം. പ്രാർത്ഥന കണ്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ. യഹോവా തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. യഹോവா തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരുവരി ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.